സമയം ഒത്തിരി ആയല്ലോ. വിസ ഓഫീസറാണെങ്കിൽ അത് കേറാനും സമ്മതിക്കുന്നില്ല. ബാഗ് ഞാൻ എവിടെ കൊണ്ട് വെക്കാനാ? എന്ത് ചെയ്യാനാ? ലേറ്റ് ആവുന്നു. ഹലോ മാഡം, വാ ഇങ്ങോട്ട് വാ. മാഡം, ഈ ബാഗ് ഉണ്ടെങ്കിൽ തന്ന 1000 രൂപ എനിക്ക് തന്നാൽ മതി, ഞാനിത് സൂക്ഷിക്കാം. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. 1000 രൂപ തന്ന ചേട്ടനെ ബാഗൊക്കെ കീപ്പ് ചെയ്യോ? അപ്പൊ ചേട്ടനിൽ എന്തെങ്കിലും ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി ബാങ്ക് ലോക്കർ എന്തെങ്കിലും ഉണ്ടോ? ബാങ്ക് സേഫ് ലോക്കർ ഒന്നല്ല മാഡം, ഇതെന്റെ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പോ? എന്ത് സ്റ്റാർട്ടപ്പ്? 0 ഇൻവെസ്റ്റ്മെന്റ്, പ്യൂർ പ്രോഫിറ്റ്, ഒരു ഇൻവെസ്റ്റർ ഇല്ല, ഒന്നുമില്ല, വെറും എന്റെ തലച്ചോറ് മാത്രം ഉപയോഗിച്ച് ഞാൻ തുടങ്ങിയ പരിപാടി ചെയ്ത്. അതുകൊണ്ട് മാഡം പോയി വിസയുടെ കാര്യം നോക്ക്, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരാളുടെ 1000 രൂപ, ഒരു ദിവസം 20-30 കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഒരു മാസം ആകുമ്പോഴത്തേക്ക് 6-7 ലക്ഷം രൂപ കിട്ടില്ലേ? ചേട്ടാ അടിപൊളി ബിസിനസ് ആണല്ലോ. താങ്ക് യു മാഡം. അതൊക്കെ പോട്ടെ, അപ്പൊ ഇത്രയും ലഗേജ് ചേട്ടൻ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? മാഡത്തിന് അറിയാലോ, 10-30 ബാഗൊന്നും എന്തായാലും ഓട്ടോക്കകത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ബിസിനസ് ഓണറായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ എന്റെ ബാഗൊക്കെ കീപ്പ് ചെയ്യും, പുള്ളിക്ക് ചെറിയൊരു കമ്മീഷൻ കൊടുത്താൽ മതി. ചേട്ടനൊരു കില്ലാടി തന്നെ. ഇതൊക്കെ എന്ത് MBA ഇല്ല, ഒരു സ്റ്റാർട്ടപ്പും ഇല്ല, പക്ഷെ ഇത്ര ഏൺ ചെയ്യുന്നു. ഇനി അടുത്ത ഷാർക്ക് ടാങ്കിന്റെ എപ്പിസോഡിലൊക്കെ പോവാലോ. അതൊക്കെ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു മാഡം. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് സാധാരണ സ്ട്രീറ്റിൽ നിന്ന് തന്നെ ആരംഭിക്കാവുന്നതാണ്. വലിയ ഓപ്പർച്യൂണിറ്റീസിനായി ഒന്നും കാത്തിരിക്കേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കൂ, ഇദ്ദേഹം ചെയ്തതുപോലെ. ബോസ് വാല, ബി ദ ബോസ്.